കർത്താവ് ചിലപ്പോൾ പൊറുക്കില്ല മോളെ എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് അത്രയും ആ സീൻ അത്ര ആവശ്യപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നലിനാണ് ആ ഒരു ലിമിറ്റഡ് പെർഫോമൻസ് വന്നത്. അവിടെ കരയണോ കരയണ്ടെന്നൊക്കെ ഉള്ളത് സ്വയം ചോയ്സ് അത് ഡയറക്ടറോട് ചോദിക്കും. അല്ല, അവർ കൺട്രോൾ ചെയ്യും. നമ്മളിപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയില്ല, ഇതാണ് സംഗതി, അപ്പൊ കുറച്ച് ഇമോഷണൽ ആയിട്ട് അത് റിയാക്ട് ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ചെയ്യണത് കൂടിപ്പോയാൽ അവരൊന്നും പറയുമായിരിക്കും, അവർക്ക് അത്രയും വേണ്ട, അതെല്ലാം കുറഞ്ഞു പോയാൽ പറയും പോരാ, നമുക്ക് അത്രയും പോരാ എന്ന് പറഞ്ഞ് ചെയ്യുമായിരിക്കും. അത് പക്ഷെ ഇതൊന്നും വേണ്ടി ഒന്നുമില്ല. ആ ഒരു ടേക്കിൽ കണ്ടപ്പോ തന്നെ ഓക്കെ ആയിരുന്നു. നമ്മൾ ഇമോഷണൽ ആയിട്ടാണ് ബേബി പറയേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ ഓക്കെ ആണ്, കറക്റ്റ് ആണ്. അത് രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ ഒരു ആക്ടർ അഭിനയിക്കുമ്പോൾ ആക്ടർ കരയാതെ പ്രേക്ഷകനെ കൊണ്ട് കരയിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, ആക്ടർ കരഞ്ഞിട്ടും പ്രേക്ഷകൻ കരയുന്ന രീതികളും ഉണ്ട്. ചിലതിന് നമ്മൾ ചിലപ്പോൾ ചിരിച്ചു പറഞ്ഞാലേ പ്രേക്ഷകന് സങ്കടം വരിക. എന്നുപോലെ ചിലപ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നൊരു കാര്യങ്ങൾ നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവർക്ക് സങ്കടം വരും. അതും ഒരു രീതിയിലുള്ള ആക്ടിങ് ആണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞ പോലെ ചുണ്ടു വിറക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് നനയുകയോ ചെയ്താലായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ കരയുന്നത്. ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ വഴക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരാൾ ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് പോട്ടേട്ടെ സാരമില്ല മോനെ എന്ന് പറയുമ്പോഴേക്കുള്ള കൊച്ചി ചിലപ്പോൾ പൊട്ടിക്കരയുന്നു. അപ്പം അങ്ങനെ കരച്ചിലിൻ്റെ പല പല ഘട്ടങ്ങളാണത്. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്ര ഇമോഷണലായൊരു കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മൾ മുമ്പ് ഫേസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളത് അനുഭവിച്ച് കഴിഞ്ഞതാണ്. അതിൽ കുറേ കാലം കഴിഞ്ഞു. ഞാനതൊരു 20 കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചൊരു വേദനയായിരിക്കും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞില്ല എന്നിരിക്കും.